ദിവസം. അപ്പോൾ ഇത് ഇന്ന് ഈവനിങ് ലോഗ് ഔട്ട് ചെയ്ത് ഞാൻ നേരെ പോയത് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ, ആൻറ്റിയുടെ വീട്ടിലോട്ട്. അവിടെ എന്ന് വെച്ചാൽ തെയ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തെയ്യത്തിന് വേണ്ടി അവർ എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ പോയി വീട്ടിലെത്തി. സന്ധ്യയായി ഞാൻ പോകാൻ വേണ്ടി ലോഗ് ഔട്ട് ചെയ്തിട്ട് പോയതാണ്. പിന്നെ ഇത് നേരെ തേപ്പറമ്പിലോട്ട് തന്നെയാണ് നമ്മൾ പോയത്. അവിടെ എൻ്റെ കസിൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം തേപ്പറമ്പിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഇതേ വെള്ളാട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ട്, കുറേ ദൈവങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പിന്നെ നല്ല കാണാനൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് നല്ലോണം നമുക്കിങ്ങനെ ഇരുന്ന് കാണാൻ പറ്റി. അതിനുശേഷം അതിനിടയിൽ കൂടെ നോക്കുമ്പോൾ ഞാൻ റോഷി ചേച്ചീനെ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ മൂപ്പരെയും കൂടെ പിടിച്ച് വീഡിയോയിലിട്ടു. റോഷി ചേച്ചീനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഇതാണ് എൻ്റെ 2 കസിൻസ് കേട്ടോ. വീഡിയോയിൽ നോക്കൂ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് രണ്ടുപേരും മൈൻഡ് ചെയ്യുന്നില്ല. അതിനുശേഷം ഒരു 10 മണിയായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വീട്ടിലോട്ട് പോകാം. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പുലർച്ചെ അവിടെ കുറച്ച് തേങ്ങളൊക്കെ ഉണ്ട്, ഗുളികനുണ്ട്, അതൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും വീട്ടിലോട്ട് നടന്നു. അവിടുന്ന് ജസ്റ്റ് ഒന്ന് കയറാനേ ഉള്ളൂ വീട്ടിലോട്ട്. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് വയറൊക്കെ സെറ്റാക്കി ഒന്ന് വിശപ്പൊക്കെ മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ പോയപ്പോൾ നമ്മൾ ഫുൾ ടൈം കത്തിയടിയായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും ഇങ്ങനെ ആയിരിക്കില്ലേ അല്ലേ? കസിൻസൊക്കെ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല, ഭക്ഷണം വേണ്ടായിരിക്കും, ഒന്നും വേണ്ടായിരിക്കും. അതിനിടയിൽ ഞാനും മമ്മിയൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, അത് മാളും ഇങ്ങനെ വീഡിയോ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. പരസ്പരം എല്ലാം നമ്മൾ പറ്റുന്നൊക്കെ നമ്മളിങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാതിരായി നമുക്ക് പറയണ്ടല്ലോ, വിശപ്പ് അതൊരു അസുഖമാണല്ലോ നമ്മുടെ എല്ലാവരുടെയും. അപ്പോൾ വിശക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെയോ എടുത്ത് തിന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ കാലത്തിന് ശേഷമാണ് നമ്മളിങ്ങനെ മീറ്റ് ചെയ്യുന്നത്. ഇതേ കത്തിയടിച്ച് സമയം നമ്മൾ പോയത് അറിഞ്ഞില്ല കേട്ടോ. മാള് ഉറങ്ങണ്ടേ? സമയം എന്തായി? 12:56, 1 മണി ആവാറായിട്ടോ ടൈം. ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് പിന്നെയും നമ്മൾ ഫോണിലൊക്കെ കുത്തി കളിക്കാൻ തുടങ്ങി കേട്ടോ. സംഭവം നമ്മൾ ഉറങ്ങിയില്ല അന്ന്. നമ്മളിവിടെ എത്തി ഒരു 2 മണിക്ക് തിരിച്ച് റിട്ടേൺ കാവിലോട്ട് തന്നെ പോകാമെന്ന് പ്ലാൻ ചെയ്തതാണ്. അതുവരെ നമ്മളിവിടെ ഇരുന്ന് അടിച്ചിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ 2 മണിക്ക് എത്തി. 2 മണിക്ക് എത്തിയപ്പോൾ അവിടെ 4 മണിയായി ഗുളികൻ്റെ തെയ്യം തുടങ്ങാൻ വേണ്ടിയിട്ട്. അതുവരെ നമ്മൾ ഉറക്ക് തൂങ്ങി പണ്ടാറടങ്ങി, ഒരാൾ ഉറങ്ങുമ്പോൾ ഒരാൾ വിളിക്കുക, ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അതിനുശേഷം അവിടുത്തെ തെയ്യമൊക്കെ കണ്ടു. തെയ്യം കാണാനും നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് നല്ലോണം കാണാനൊക്കെ പറ്റി. പിന്നെ അവരുടെ ആ ഒരു എഫേർട്ട് അത് ഭയങ്കരമാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല രസമുണ്ടായിരുന്നു. രസമല്ല, നമുക്ക് ഒട്ടും ബോറടിക്കാതെ ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇവരുടെ തെയ്യങ്ങളൊക്കെ. ഇവരുടെ എന്നല്ല, നോർമലി തെയ്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. പക്ഷേങ്കിൽ ഇതെനിക്ക് ഇത്രയും അടുത്തുനിന്ന് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഉറക്കം നോക്കി ഞാൻ അങ്ങനെ തെയ്യമൊന്നും കാണാൻ പോകാറില്ലായിരുന്നു. പിന്നെ ഇന്ന് ഇവരും കൂടി ഉള്ളതുകൊണ്ട് നല്ല രസമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പോയതാണ്. അപ്പോൾ ഇതിന് ശേഷം വേറൊരു തെയ്യം ഉണ്ട് കേട്ടോ അവിടെ, കരിങ്കാളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നീല കരിങ്കാളി എങ്ങാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത്. അത് അവിടുത്തെ സ്പെഷ്യലാണെന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. അത് ചുറ്റും കുറേ തീയൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ ഫുൾ എല്ലാവരും തീയൊക്കെ പിടിച്ചിട്ട് ഭയങ്കര രസമാണ് അത് കാണാൻ. ലൈറ്റൊക്കെ ഓഫ് ചെയ്യും. ആ സമയത്തിൽ ഇവർ ആ ലൈറ്റൊക്കെ മൊത്തമായിട്ട് അങ്ങ് ഓഫ് ചെയ്ത് കളയും. എന്നിട്ട് അത് ഈ തീയും കൊണ്ട് ഇത് മൊത്തം എല്ലാവരുടെയും ഒരുപാട് സ്പേസ് ഉണ്ട് അവിടെ പോകാനും വരാനൊക്കെ. അപ്പോൾ ആ സൈഡിലൊക്കെ ഇവരിങ്ങനെ തീയും കൊണ്ട് ഇങ്ങനെ പോയി കളിക്കും. അപ്പോൾ ഭയങ്കര കാണുമ്പോൾ തന്നെ നമുക്കൊരിത് തോന്നും. പിന്നെ ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കാണുന്നതുകൊണ്ട് നല്ലൊരു രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇതിൻ്റെ ടൈം എനിക്ക് തോന്നുന്നു 4 മണി എങ്ങാനും ആണ്. പക്ഷേ ഇത് തുടങ്ങുമ്പോൾ തന്നെ 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ലേറ്റായിരുന്നു. എനിക്ക് രാവിലെ തന്നെ തിരിച്ചു പോകണം, കാരണം എനിക്ക് 8 മണിക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ കറക്റ്റ് ഒരു 6 മണി ആ ഒരു ടൈമിനാണ് കേട്ടോ ഈ തെയ്യം അവിടെ നിന്ന് കഴിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെ വീട്ടിലോട്ട് വിട്ടു. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും, രാവിലെ 6 മണിയായി നമ്മൾ പിന്നെ അവിടെ നിന്ന് പോകാൻ ഉറങ്ങിയിട്ടേ ഇല്ല ഞാൻ അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് വിടുമ്പോൾ ആകാശത്ത് അമ്പിളി മാമനൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളിതേ വീട്ടിലോട്ട് കയറി. പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്നു. ഞാൻ ലൈറ്റായിട്ടൊരു ചായയൊക്കെ കഴിച്ചു. അതിനുശേഷം ഞാൻ വേഗം ടാറ്റ ബൈ ബൈ പറഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല, എനിക്ക് 8 മണിക്ക് ലോഗിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു തെയ്യത്തിന് പോയൊരു കസിൻസിൻ്റെ കൂടെയുള്ള ഒരു ദിവസം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.